ദീർഘമായ രീതിയിൽ MGH പാസ്സായി PhD കരസ്ഥമാക്കി വന്നിരായ ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പമുണ്ട്. നമ്മൾ അച്ഛനെക്കുറിച്ച് വലിയ പ്രതീക്ഷയോടെ നമുക്കൊക്കെ ഉണ്ട്. പ്രാർത്ഥനകളൊക്കെ സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വളരെ സന്തോഷം. അച്ഛൻ്റെ ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അച്ഛനെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ അച്ഛനെ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വന്നിരായ അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇതിനച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. പിന്നെ ഈ ഭവനം ഒരുക്കിയ ഈ കുടുംബത്തിലെ സാംസ്കാരികളോടും കടന്നു വന്ന എല്ലാവരോടും ഒറ്റ വാക്കിൽ സന്തോഷം അറിയിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ പരിധിക്കുള്ളിൽ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമീപവാസികൾ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനായ അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായി സ്വാഗതം ക്ഷണിച്ചു. ത്രിയേക ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ഷാജിയച്ഛൻ, നിധിനച്ഛൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ നോമ്പിൻ്റെ വിശുദ്ധിയുടെ ആദ്യ ദിനങ്ങളാണല്ലോ ഇത്. ആമുഖങ്ങൾ ഒന്നും പറയാതെ തന്നെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ചുരുങ്ങിയ സമയത്തെ ധ്യാനത്തിനു വേണ്ടി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗമാണ്. കാനാവിലെ കല്യാണമാണ് ഈ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഞായറാഴ്ച ഒരുപക്ഷെങ്കിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രസംഗം നിങ്ങൾ കേട്ടു കാണും. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ ചിലരെങ്കിലും ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രസംഗങ്ങൾ ചെയ്തിട്ടുള്ളവരും ആകും. ഇപ്പോൾ യൂട്യൂബിലും ഒക്കെ ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ചുള്ള വിവിധ തരം ധ്യാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോ അങ്ങനെ പരിചയം കൊണ്ട് നമുക്കെല്ലാവർക്കും അടുപ്പം കൊണ്ട് നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കിയത് കൊണ്ട് പുതിയ ഒരു കാര്യം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ കാര്യമാണ്. എങ്കിലും അടുത്ത കുറച്ച് നിമിഷങ്ങൾ ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാനായിലെ കല്യാണം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ്. സമവീക്ഷണ സുവിശേഷങ്ങൾ ഒന്നും ഈ ഒരു സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം പല കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ് എന്നുള്ളത് ആ സുവിശേഷം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. അതിലൊരു വ്യത്യസ്തത മറ്റ് സുവിശേഷകന്മാർ വിവരിക്കാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റു സുവിശേഷകന്മാർ വിവരിക്കുന്നത് മറ്റൊരു
ആംഗിളിൽ, മറ്റൊരു വ്യാഖ്യാനത്തിൽ യോഹന്നാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ കാനായിലെ കല്യാണം. അത് യോഹന്നാന്റെ മാത്രം സവിശേഷതയാണ്. നമുക്ക് ഈ കാന എന്ന് പറയുന്ന, ഗലീലയിലെ കാന എന്ന് പറയുന്ന ഈ സ്ഥലം, അത് യോഹന്നാന്റെ മാത്രം ഒരു സവിശേഷതയിൽ പെടുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ കാനായെ എന്ന ഈ സ്ഥലത്തെക്കുറിച്ച് 1-ാം അധ്യായം മുതൽ അതിൻ്റെ ഏറ്റവും അവസാനം അധ്യായമായ 21-ാമത്തെ അധ്യായം വരെ നാം പഠിക്കുമ്പോൾ ഒന്നിലും അവസാനത്തിലും ഈ കാന പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് യോഹന്നാന്റെ ഒരു രചനാ ശൈലിയുടെ പ്രത്യേകതയാണ്. ഒരുപക്ഷെങ്കിൽ വേദപുസ്തകം പഠിച്ചിട്ടുള്ളവർക്ക് എന്നോട് അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ അവർ കൊണ്ടുവരും. കാരണം 1-ാം അധ്യായത്തിൽ കാന എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ഒരു പക്ഷെങ്കിൽ പറയും. പക്ഷെങ്കിൽ 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, 1-ാം അധ്യായത്തിലും ഗലീലയിലെ കാന വരുന്നുണ്ട്. അത് ഒരു വ്യക്തിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ അത് നിർവഹിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് നഥാനിയേൽ എന്നാണ്. നഥാനിയേലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എവിടുത്തുകാരനാണ് നഥാനിയേൽ എന്ന് ചോദിച്ചാൽ 21-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ എന്നാണ്. അപ്പോൾ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ കാന അവതരിപ്പിക്കുന്നു, 21-ാം അധ്യായത്തിൽ കാന അവതരിപ്പിക്കുന്നു, 2-ാം അധ്യായത്തിലും അവതരിപ്പിക്കുന്നു. ഈ 1ഉം 2ഉം അധ്യായങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് ഒന്ന് ആമുഖമായി പറഞ്ഞില്ലെങ്കിൽ ഈ വചനചിന്ത നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകില്ല. 1-ാം അധ്യായം ആരംഭിക്കുന്നത് ഇൻ ദ ബിഗിനിങ് എന്നുള്ള വാക്കുകൊണ്ടാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദിയിൽ എന്ന് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്ന അതേ രീതിയിൽ യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ കാന എന്ന വാക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നഥാനിയേൽ എന്ന വ്യക്തിയെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ശ്ലീഹ ഇവിടെ അവതരിപ്പിക്കുകയാണ്. 2-ാം അധ്യായം മറ്റൊരു തരത്തിൽ ആരംഭമാണ്. എന്തിന്റെ ആരംഭമാണെന്ന് ചോദിച്ചാൽ, ദൈവപുത്രന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷകളുടെ ആരംഭത്തിൽ അവൻ ചെയ്ത ആദ്യ അടയാളമാണ് കാനായിലെ കല്യാണം. അപ്പോൾ ആദിയിൽ എന്നാരംഭിക്കുന്ന 1-ാം അധ്യായത്തിലും ആദ്യത്തെ അടയാളമാകുന്ന 2-ാമത്തെ അധ്യായത്തിലും ഗലീലയിലെ ഈ കാന ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ അല്പം കൂടി ആഴത്തിൽ പഠിക്കുമ്പോൾ ക്രിസ്തു ചെയ്ത 2 അടയാളങ്ങൾ, ആദ്യത്തേതും 2ാമത്തെയും അടയാളങ്ങൾ ഗലീലയിലെ കാന എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത്. ആദ്യത്തെ അടയാളം പച്ചവെള്ളം വീഞ്ഞാക്കുന്നത് ആണെങ്കിൽ 2ാമത്തെ അടയാളം രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്നതാണ്. 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ഈ 2 സംഭവങ്ങളും നടക്കുന്നത് ഗലീലയിലെ കാനായിലാണ് എന്നുള്ളതാണ്. അവിടെയാണ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. യെരൂശലേം ആണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ പ്രാധാന്യമുള്ള സ്ഥലം. യെരൂശലേം എന്ന സ്ഥലത്തെക്കുറിച്ച് നിരവധി പ്രാവശ്യം ഈ സുവിശേഷത്തിൽ പറയുമ്പോഴും
യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു വിജാതീയ പട്ടണമാണ് ഗലീലയിലെ കാന എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ വിജാതീയ പട്ടണം ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ മുഖ്യമായ സ്ഥാനം നേടി എന്നുള്ളതാണ്. അത് ആ ചോദ്യത്തിന്റെ ഉത്തരം എൻ്റെ വചന ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും. ഞാനത് പറയില്ല, നിങ്ങൾ തന്നെ അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കണം. നമുക്ക് ഈ ഭാഗത്തിലേക്ക് കടന്നു വരാം. ഗലീലയിലെ കാനായിൽ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയാണ്. ഇത് ഞാൻ പറഞ്ഞുവല്ലോ, ക്രിസ്തു ചെയ്ത ഒന്നാമത്തെ അടയാളമാണ് ഇത്. ഇത് യോഹന്നാന്റെ ഒരു പ്രത്യേകതയാണ്. അത്ഭുതമല്ല, മറിച്ച് അടയാളമാണ്. അതുകൊണ്ട് ഈ അടയാളങ്ങൾ മറ്റൊന്നിന്റെ സൂചനകളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 അടയാളങ്ങൾ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ കാണാം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ 7 അടയാളങ്ങൾ കാണാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 അടയാളങ്ങളല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14 അടയാളങ്ങളുണ്ട്. അത് 2 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ പറയാനുള്ള അവസരമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. 11 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന 7 അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളമാണ് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന അടയാളം. എന്തിനാണ് ഈ അടയാളം ക്രിസ്തു ചെയ്തത്? ഇത് പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് മനസ്സിലാക്കാതെ എത്ര പ്രസംഗം കേട്ടിട്ടും ഇതിന്റെ പൊരുള് നിങ്ങൾക്ക് മനസ്സിലാകില്ല. എന്തുകൊണ്ട് ക്രിസ്തു ഈ അടയാളം ഗലീലയിലെ കാനായിൽ ചെയ്തു? അതിന്റെ ഉത്തരം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ യേശു ചെയ്ത ഒന്നാമത്തെ അടയാളമാണ് ഇത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം, തന്റെ മഹത്വം വെളിപ്പെടണം. 2, ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കണം. ഇന്ന് ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെയും ഉദ്ദേശം ഇതുതന്നെയാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം, ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം, ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കണം. അപ്പോൾ ഈ 2 അടിസ്ഥാന ഘടകങ്ങളാണ് ഈ ധ്യാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആഴത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഗലീലയിലെ കാനായിൽ ഒരു കല്യാണ വിരുന്ന് നടക്കുകയാണ്. അവിടെ ക്രിസ്തു ക്ഷണിക്കപ്പെട്ടവനാണ്, ശിഷ്യന്മാർ ക്ഷണിക്കപ്പെട്ടവരാണ്, പരിശുദ്ധ അമ്മയും അവിടെയുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. യഹൂദന്മാരുടെ വിവാഹത്തെ 2 ക്രമമായിട്ട്, 2 ചടങ്ങുകളായിട്ട് തിരിക്കാറുണ്ട്. നമ്മുടെ സഭയുടെ വിവാഹ കൂദാശ 2 ക്രമങ്ങളായിട്ടാണ് നടത്തുന്നത്. മോതിരവാഴ്വിന്റെ ശുശ്രൂഷയും കിരീടവാഴ്വിന്റെ ശുശ്രൂഷയും. അതിനെ നമുക്ക് അല്പം കൂടി പറഞ്ഞാൽ, 1 വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷയാണ്, 2 വിവാഹത്തിന്റെ ശുശ്രൂഷയാണ്. അതുപോലെ യഹൂദന്മാർക്ക് വിവാഹ നിശ്ചയവുമുണ്ട്, വിവാഹവും വിരുന്നുമുണ്ട്. നമ്മുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ് യഹൂദന്മാരുടെ വിവാഹ നിശ്ചയത്തിന്റെ രീതി. ഇപ്പോൾ പെൺമക്കളുള്ള മാതാപിതാക്കൾ ഒരു പക്ഷെങ്കിൽ ആഗ്രഹിക്കും യഹൂദന്മാരുടെ രീതി മതിയായിരുന്നു എന്ന്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മണവാളൻ
മണവാട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാൽ, മണവാളനല്ല കണ്ടെത്തുന്നത്, പിന്നെ ആരാ കണ്ടെത്തുന്നതെന്ന് അറിയാമോ? പിതാവാണ് കണ്ടെത്തുന്നത്. അത് അബ്രഹാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അബ്രഹാം തന്റെ പുത്രനായ ഇസഹാക്കിന് ഒരു ഭാര്യയെ എടുക്കുവാൻ വേണ്ടി ആരെയാണ് അയക്കുന്നത്? തൻ്റെ ഭൃത്യനെ അയക്കുകയാണ്, നിയോഗം കൊടുത്ത് അയക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ മക്കൾ അവർക്ക് അനുയോജ്യരായ ആളുകളെ കണ്ടെത്തുകയല്ല, മറിച്ച് എങ്ങനെയാണ്? മാതാപിതാക്കൾ കണ്ടെത്തി കൊടുക്കുകയാണ്. അങ്ങനെ കണ്ടെത്തി കൊടുത്താൽ ഈ പിതാവും ഈ മണവാളനും കൂടി മണവാട്ടിയുടെ ഭവനത്തിലേക്ക് പോകും. മണവാട്ടിയുടെ ഭവനത്തിൽ ചെന്ന് മണവാട്ടിക്ക് അവകാശധനം, ബ്രൈഡൽ പ്രൈസ് കൊടുക്കും. അവകാശധനം അങ്ങോട്ട് കൊടുക്കും. അബ്രഹാമിന്റെ സംഭവത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാം തൻ്റെ ഭൃത്യന്റെ കയ്യിൽ അവൾക്ക് അണിയിക്കുവാനുള്ള വളയും ആഭരണങ്ങളും കൊടുത്തിട്ടാണ് അയക്കുന്നത്. അങ്ങനെ അവകാശധനം കൊടുത്തു കഴിഞ്ഞാൽ ഈ മണവാളനും മണവാട്ടിയും കൂടി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടും. ആ ഉടമ്പടിയുടെ പേര് കെത്തുബഹ് എന്നാണ്. ഈ ഉടമ്പടിയുടെ സൂചനയായിട്ട് മണവാളനും മണവാട്ടിയും വീഞ്ഞ് കുടിക്കും. വീഞ്ഞ് ഉടമ്പടിയാണ്, വിവാഹത്തിന്റെ ഉടമ്പടിയാണ്. അത് മണവാളനും മണവാട്ടിയും കുടിക്കും. ഇത് പറയുമ്പോൾ നിങ്ങൾ പെസഹായിൽ ക്രിസ്തു തന്റെ മണവാട്ടിയാം സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്തപ്പോൾ അതിന് വീഞ്ഞെന്ന ഉടമ്പടിയിലാണ് വിവാഹ നിശ്ചയം ചെയ്തത് എന്ന് മറന്നു പോകരുത്. ക്രിസ്തുവിന്റെ വിവാഹ നിശ്ചയമാണ് മർക്കോസിന്റെ മാളികയിൽ നടന്നത്. അവൻ വീഞ്ഞുകൊണ്ട് ഒരു ഉടമ്പടി സ്ഥാപിച്ച് തന്റെ മണവാട്ടിയാം സഭയെ വിവാഹം ചെയ്തു. അത് നമുക്ക് ഓർമ്മയിൽ ഇരിക്കണം. കാരണം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടിയാണ്. ഈ മണവാളൻ ഇങ്ങനെ ഉടമ്പടി കഴിഞ്ഞാൽ മണവാളൻ തന്റെ ഭവനത്തിലേക്ക്, സ്വഭവനത്തിലേക്ക് തിരിച്ചു പോരും. വിവാഹ ഉടമ്പടി കഴിഞ്ഞാൽ മണവാളൻ ഭവനത്തിൽ പോയി മണവറ ഒരുക്കും. ക്രിസ്തു വിവാഹ നിശ്ചയം ചെയ്ത് സ്വഭവനത്തിൽ പോയി മണവറ എന്നൊക്കെ നമ്മൾ പറയുന്നത് യഹൂദന്മാരുടെ ഈ വിവാഹ സങ്കല്പത്തിൽ നിന്നാണ്. അങ്ങനെ മണവാളൻ വിവാഹത്തിനു വേണ്ടി ഒരുങ്ങി കഴിയുമ്പോൾ, മണവറ ഒരുക്കി കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുമെന്നറിയാമോ? മണവാട്ടിയുടെ ഭവനത്തിൽ അറിയിക്കും. മണവാട്ടിയോട് പറയും. എന്തു പറയും? വിവാഹത്തിന് വേണ്ടി എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ മണവാട്ടിയുടെ മാതാപിതാക്കൾ, അവരുടെ പക്ഷത്തുള്ളവരും കൂടി മണവാട്ടിയും കൊണ്ട് മണവാളന്റെ ഭവനത്തിൽ വരും. അവിടെ വിവാഹം നടക്കും. 7 ദിവസം മണവാളനും മണവാട്ടിയും മണവറയിൽ പ്രവേശിച്ച് അവിടെ കഴിയും. ഈ 7 ദിവസം എന്ന് പറയുന്നത് 7 ദിവസം വിരുന്നുകളുടെ ദിവസമാണ്. അതായത് വിവാഹത്തിന്റെ വിരുന്ന് എന്ന് പറയുന്നത് 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. 7 ദിവസത്തെ മണവറവാസം കഴിയുമ്പോൾ മണവാളനും മണവാട്ടിയും വിരുന്നിലേക്ക് ഇറങ്ങി വരുന്നതോടുകൂടിയാണ് വിവാഹം എന്ന പൂർണ്ണതയിലേക്ക് വരുന്നത്. ഇവിടെ നാം നോക്കുമ്പോൾ കാനായിൽ ഒരു കല്യാണമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹവും കഴിഞ്ഞു, മണവാളൻ മണവറയിലുമാണ്. എന്നാൽ ഈ മണവാളന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് വിരുന്നിനായിട്ട് വന്നിരിക്കുന്ന ഇടയിലാണ് വീഞ്ഞ് തീർന്നു പോകുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറയുന്നത് അല്പം പ്രതിസന്ധി ഉളവാക്കുന്ന കാര്യമാണ്, അല്പം പ്രശ്നങ്ങൾ ഉളവാക്കുന്ന കാര്യമാണ്. ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം
വീഞ്ഞ് തീർന്നുപോയി എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. എന്താ പ്രതിസന്ധി എന്നറിയാമോ? ആ ഭവനം നേരിടാൻ പോകുന്ന അപമാനത്തിന്റെ പ്രതിസന്ധിയാണ്. കല്യാണത്തിന് ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണം തികഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ കുടുംബം നേരിടാൻ പോകുന്ന അപമാനം. 2, സമൂഹത്തിൽ ആ കുടുംബം നേരിടാൻ പോകുന്ന പരിഹാസം. മണവാളനും മണവാട്ടിയും പരിഹസിക്കപ്പെടും. ബന്ധങ്ങൾ നഷ്ടപ്പെടും. ഈ സാഹചര്യമാണ് ഈ കുടുംബത്തിൽ ഉള്ളത്. വീഞ്ഞ് തീർന്നുപോയി എന്ന് പറയുമ്പോൾ ഒരു അപമാനം, പരിഹാസം, ബന്ധങ്ങളുടെ നഷ്ടപ്പെടൽ. ഇന്നത്തെ ഭാഷയിൽ, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ അവർ ഏറിൽ കയറാനായിട്ട് മറ്റൊരു കാര്യവും വേണ്ട. ഇന്നിപ്പോൾ എല്ലാം നിമിഷങ്ങൾക്കുള്ളിലല്ലേ ഏറിൽ കയറുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അന്തിച്ചർച്ചയുടെ പ്രധാന വിഷയമാകും ഈ കാനായിലെ കല്യാണ വിരുന്ന്. അന്ന് വാട്സപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലേ? നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇന്നും സ്ഥിതി അല്പം പോലും വ്യത്യാസപ്പെട്ടിട്ടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് അപമാനവും പരിഹാസവും ബന്ധങ്ങളുടെ നഷ്ടപ്പെടലുമാകുമ്പോൾ ഈ ഭവനത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിസന്ധി വരുമ്പോൾ പ്രതിസന്ധിയോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്നത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കുവാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ പറയുന്നതല്ല. പ്രതിസന്ധികളിൽ നമ്മളുടെ പ്രതികരണമാണ് ആ പ്രതിസന്ധിയെ ഇല്ലാതാക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും നമ്മളുടെ ചെറിയ ഇടപെടലുകൾ പല പ്രതിസന്ധികളെയും വലുതാക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ നോക്കിക്കേ, 3 ഇടപെടല് നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ ഇടപെടൽ അമ്മ മറിയത്തിന്റെ ഇടപെടലാണ്. പ്രതിസന്ധിയിൽ കൃത്യസമയത്ത് ഇടപെടുന്ന അമ്മ മറിയത്തെ നമ്മൾ കാണുകയാണ്. ആ അമ്മയാണ് യേശു തമ്പുരാനോട് പറഞ്ഞത് അവർക്ക് വീഞ്ഞ് തീർന്നുപോയി എന്ന്. കൃത്യസമയത്ത് പ്രതിസന്ധികളിൽ ഒന്ന് ഇടപെടുവാൻ കഴിയുന്ന അമ്മ മറിയമാകുവാൻ. 2, പ്രതിസന്ധിയിൽ ഇടപെടുന്ന ദൈവപുത്രനെ നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് ദൈവപുത്രൻ ആ പ്രതിസന്ധിയിൽ ഇടപെട്ടെന്നറിയാമോ? ആരും അറിയാതെ ആ പ്രശ്നത്തെ എന്ത് ചെയ്യുക? പരിഹരിക്കുക. നമ്മളാണെങ്കിലോ നമ്മുടെ ചെവിയിലാണ് ഈ കാര്യം കേൾക്കുന്നതെങ്കിൽ അമ്മ വന്ന് മകനോട് പറഞ്ഞു, മകനെ ഇവർക്ക് വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞേനെ? ആരുടെയെങ്കിലും ഒരു ആളിന്റെ ചെറിയ ഒരു കുറ്റം, ഒരു കുറവ് നമ്മുടെ കാതുകളിൽ അർത്ഥസത്യമായിട്ട് കേൾക്കുമ്പോഴേക്കും നമ്മൾ 10 പേരെ വിളിച്ചു പറഞ്ഞ് അല്ലേ? നമ്മൾ 10 പേരോട് പറഞ്ഞ് ആ പ്രശ്നത്തെ പർവ്വതീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇതാ ദൈവപുത്രൻ ആരോടും പറയാതെ ആ പ്രശ്നത്തെ എന്ത് ചെയ്യുക? പരിഹരിക്കുകയാണ്. 3, ഈ പ്രതിസന്ധിയിൽ നിശബ്ദമായി അത് പരിഹരിക്കുവാൻ സഹായിക്കുന്ന ശുശ്രൂഷകരെയും നമ്മൾ കാണുകയാണ്. 6 കൽഭരണികളിൽ വെള്ളം നിറച്ച ശുശ്രൂഷകരുണ്ടല്ലോ, അവരാരോടും ഒന്നും പറയുന്നില്ല. നിശബ്ദമായിട്ടാണ് അവർ ഈ കാര്യങ്ങളിലെല്ലാം സഹായിക്കുന്നത്. സഹോദരങ്ങളെ, ഈ നോമ്പിൽ വീഞ്ഞ് തീർന്നു പോകുന്ന അവസരങ്ങളിൽ നമ്മുടെ പ്രതികരണങ്ങൾ എന്ത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. ക്രിസ്തു ആകുവാൻ നമുക്ക് കഴിയുമോ? അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഈ ചിന്തയുടെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം, ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നത് ആണോ നമ്മുടെ പരിഹാരമാർഗം?
ദൈവവിശ്വാസം വർദ്ധിക്കുന്നതാണോ നമ്മുടെ പരിഹാര മാർഗം? ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഇവിടെ ക്രിസ്തു ഈ പ്രതിസന്ധിയെ പരിഹരിക്കുവാൻ ശ്രമിക്കുകയാണ്. കുറവുകളെ പരിഹരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നോമ്പിന് 7 ആഴ്ചകളാണല്ലോ ഉള്ളത്. അതിൽ അവസാനത്തെ ആഴ്ച കഷ്ടാനുഭവ ആഴ്ചയാണ്. അത് മാറ്റിയാൽ 6 ആഴ്ചകൾ നമുക്ക് മുമ്പിലുണ്ട്. ആ 6 ആഴ്ചകൾ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. 6 ഞായറാഴ്ചകളിൽ 6 സംഭവങ്ങൾ നമ്മൾ കാണും. ഈ സംഭവങ്ങളെല്ലാം കുറവുകൾ പരിഹരിക്കുന്ന ക്രിസ്തുവിനെയാണ് കാണുന്നത്. കുറവുകൾ പരിഹരിക്കുന്ന ക്രിസ്തു. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വീണ്ടും നമുക്ക് കൊണ്ടുവരാം. അവർക്ക് വീഞ്ഞ് തീർന്നുപോയി. അവർക്ക് വീഞ്ഞ് തീർന്നുപോയി. കാനായിലെ കല്യാണത്തിൽ യേശു അവരുടെ കുറവിനെ പരിഹരിക്കുകയാണ്. ഈ വീട്ടിൽ കുറവിൻ്റെ 3 സൂചനകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. കുറവിൻ്റെ 3 സൂചനകളുണ്ട്. 1 പറയാമോ ആർക്കെങ്കിലും? ഒഴിഞ്ഞ വീഞ്ഞുപാത്രങ്ങൾ, അത് കുറവാണ്. ഒഴിഞ്ഞുപോയ വീഞ്ഞുപാത്രങ്ങൾ ഇവിടെയുണ്ട്. മറ്റൊന്ന്, ഒഴിഞ്ഞ കൽപാത്രങ്ങൾ അവിടെയുണ്ട്. അതാണ് ശുദ്ധീകരണത്തിന് വേണ്ടി അവിടെ വെച്ചിരുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഒഴിഞ്ഞ കൽപാത്രങ്ങൾ, 6 കൽപാത്രങ്ങൾ ഒഴിഞ്ഞുപോയി. അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം ഒരു കാലത്ത് നിറവുള്ളതായിരുന്നു. വീഞ്ഞുപാത്രങ്ങൾ നിറഞ്ഞവയായിരുന്നു. കൽഭരണികളിൽ വെള്ളം നിറഞ്ഞവയായിരുന്നു. എന്നാൽ ഇന്ന് എന്ത് സംഭവിച്ചു? വീഞ്ഞുപാത്രവും ഒഴിഞ്ഞു, കൽഭരണികളും ഒഴിഞ്ഞു. ഒരു ഒഴിവ്, കുറവ് അവിടെ സംഭവിച്ചു കൂടി അവിടെ പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? 6 കൽഭരണികൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 6 എന്ന സംഖ്യ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ. അതായത് യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് 7 പൂർണ്ണതയുടെ സംഖ്യ. 7 പൂർണ്ണത. ഈ യോഹന്നാന്റെ സുവിശേഷം 7 ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് പറയാനായിട്ടുള്ള സന്ദർഭം ഇതല്ലല്ലോ. എങ്കിലും നമ്മുടെ മനസ്സിൽ അതുണ്ടാകണം. 7 പൂർണ്ണതയാണ്. അപ്പോൾ 6 എന്ന് പറയുന്നത് പൂർണ്ണതയ്ക്ക് 1 കുറവാണ്. പൂർണ്ണത 7 ആണെങ്കിൽ 6 1 കുറവാണ്. അപ്പോൾ 3 കുറവുകൾ ഇവിടെയുണ്ട്. ഒഴിഞ്ഞ വീഞ്ഞുപാത്രങ്ങൾ, ഒഴിഞ്ഞ കൽപാത്രങ്ങൾ, പൂർണ്ണതയിൽ എത്താതെ നിൽക്കുന്ന 6 എന്ന സംഖ്യ. ഇതിനെയാണ് ക്രിസ്തു പരിഹരിക്കുന്നത്. ഇവിടെ ഈ 3 തലങ്ങളിലും പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. നമ്മൾ പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഓർക്കുന്നത് ഈ വീഞ്ഞ് മാത്രമേ വർദ്ധിച്ചുള്ളൂ എന്നാണ്. പക്ഷെങ്കിൽ ഈ സംഭവത്തിൽ ഈ 3 കുറവുകളും ക്രിസ്തു പരിഹരിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു അടയാളമായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞുവല്ലോ, അടയാളമാണ്. അടയാളം മറ്റൊന്നിൻ്റെ സൂചനയാണ്. പരിശുദ്ധ പിതാക്കന്മാർ ഈ സംഭവത്തെ വിവരിക്കുമ്പോൾ അവരെല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം, ഈ കുറവുകൾ എന്ന് പറയുന്നത് പഴയ നിയമ സഭയെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ് എന്നുള്ളതാണ്. അതിന് നമുക്ക്
ഒന്ന് നോക്കിയാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ കാലമായപ്പോഴേക്കും യഹൂദന്മാർക്ക് 613 നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ 613 നിയമങ്ങൾ 3 വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളിൽ പെടുന്നതാണ്. അതിൽ ഒരു നിയമം എന്ന് പറയും വേണ്ടിയുള്ള നിയമമാണ്. ആ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമത്തിൽ ഒന്ന് പറയുന്നത്, എല്ലാ വർഷവും മഹാപുരോഹിതൻ മഹാപാപപരിഹാര ദിനത്തിൽ, അതായത് 7-ാം മാസം 10-ാം തീയതി, 7-ാം മാസം 10-ാം തീയതി മഹാപാപപരിഹാര പെരുന്നാൾ ആഘോഷിക്കണം. മഹാപാപപെരുന്നാൾ ദിവസത്തിൽ മഹാപുരോഹിതൻ ആട്ടുകൊറ്റന്റെ രക്തവുമായിട്ട് എവിടേക്ക് പോകണമെന്നറിയാമോ? അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇത് ചെയ്യണം. ഈ അതിവിശുദ്ധ സ്ഥലത്ത് പോകുമ്പോൾ മഹാപുരോഹിതൻ ഒരു ചങ്ങല തൻ്റെ കാലിൽ കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, മഹാവിശുദ്ധ സ്ഥലത്ത് വെച്ച് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആർക്കും പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ചങ്ങല വലിച്ചു വേണം വെളിയിലിറക്കാൻ. ഇതായിരുന്നു നിയമം. മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് രക്തം തളിച്ച് ജനത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്യും. പക്ഷെങ്കിൽ ഈ ബലിക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ബലി ആവർത്തിക്കേണ്ടുന്ന ബലിയാണ്. എന്തുകൊണ്ട് ഈ ബലി ആവർത്തിക്കപ്പെടണം? അവിടെയാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം 11-ാമത്തെ പുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. പൗലോസ് പറയുകയാണ്, ഒരിക്കലായിട്ട് ക്രിസ്തു എന്നേക്കുമായിട്ട് ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പോൾ യഹൂദന്മാരുടെ മഹാപാപ പരിഹാരത്തിന് കുറവുണ്ടായിരുന്നത് ക്രിസ്തു തന്റെ രക്തം കൊണ്ട് കുറവ് പരിഹരിച്ചു. യഹൂദന്മാരുടെ നിയമങ്ങൾക്കുണ്ടായിരുന്ന കുറവിനെ ക്രിസ്തു തന്റെ രക്തം കൊണ്ട് പരിഹരിച്ചു. ഇതിന്റെ സൂചനയാണ് പ്രിയമുള്ളവരെ വെള്ളം വീഞ്ഞായിട്ട് മാറുന്നത്. അത് മർക്കോസിന്റെ മാളികയിൽ നമ്മൾ കാണുന്നു. രക്തം ആയിട്ട് മാറുന്ന വീഞ്ഞ്. 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാകുന്നുവെങ്കിൽ ഇതാ മർക്കോസിന്റെ മാളികയിൽ വീഞ്ഞ് എന്തായി മാറുന്നു? രക്തമായി മാറുന്നു. ഒരിക്കലായിട്ട് താൻ നടത്താൻ പോകുന്ന നിത്യപാപപരിഹാര യാഗത്തിന്റെ സൂചനയാണ് ഈ പരിഹാരം എന്നുള്ളത് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ താൻ ആരാണ് എന്ന് ക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. താൻ എന്താണ്? നിങ്ങളുടെ മഹാപുരോഹിതനേക്കാൾ വലിയ പുരോഹിതനാണ് ഞാൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനാണ്. ഞാൻ അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ഉയർന്ന പൗരോഹിത്യമുള്ളവനാണ്. കാരണം അഹരോന്യ പൗരോഹിത്യത്തിൽ ബലിക്ക് കുറവുകളുണ്ടെങ്കിൽ ഞാനിതാ എന്റെ രക്തത്താൽ എല്ലാ കുറവുകളും പരിഹരിക്കുന്നു. സമയം ഇല്ലാത്തത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യും. അത് സമയത്തിന്റെ കുറവ് കൊണ്ടാണ് എന്ന് മാത്രം ഓർക്കുക. മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട്. ആദമും ഹവ്വായുടെയും 2 മക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിക്കാൻ വന്നല്ലോ. യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഒരുവനിൽ പ്രസാദിച്ചു, ഒരുവനില് പ്രസാദിച്ചില്ല. മൂത്ത ആള് കയീൻ ഹാബേലിനോട് കോപമുണ്ടായി. അവനെ വയലിൽ വെച്ച് എന്ത് ചെയ്തു? എങ്ങനെയാ വന്നത്?
കല്ലുകൊണ്ട് കൊന്നു. കല്ലുകൊണ്ട് കൊന്നു. കല്ലുകൊണ്ടാ കൊന്നത്. എവിടെയാ പറഞ്ഞെന്നറിയാമോ? സകല വാങ്ങിപ്പോരുടെ ഞായറാഴ്ച നമ്മളൊരു വലിയ പ്രമേയം വായിച്ചില്ലേ? അവിടെ പറയുന്നുണ്ട്, കായീൻ അവന്റെ അനുജനായ ഹാബേലിനെ കൊന്ന കല്ലുമായിട്ട് കയറി വരുന്നു എന്ന് പറയുമ്പോൾ കല്ലുകൊണ്ട് കൊന്നു. കല്ലുകൊണ്ട് കൊന്നു കഴിഞ്ഞപ്പോൾ ഹാബേലിന്റെ, നീതിമാനായ ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് ആരോട് നിലവിളിച്ചു? ആരോട് നിലവിളിച്ചു? ദൈവത്തോട് നിലവിളിച്ചു. നീതിമാനായ ഹാബേൽ ദൈവത്തോട് നിലവിളിച്ചു. മരിച്ചു കഴിഞ്ഞ് രക്തം നിലവിളിച്ചെന്ന് 1-ാം പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞ് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമാണത്. മരിച്ചു കഴിഞ്ഞ ഹാബേലിന്റെ രക്തം ദൈവത്തോട് നിലവിളിച്ചു. ഓർക്കണം പ്രിയമുള്ളവരെ, നമ്മളുടെ അനീതി കാരണം ആരെങ്കിലും മരിക്കാൻ കാരണമായാൽ ഓർക്കുക, അവന്റെ രക്തം നമുക്കെതിരായിട്ട് ദൈവസന്നിധിയിൽ അപേക്ഷിക്കും. ഒരുവന് നേരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഓർക്കണം, നീതിയുടെ രക്തം ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കും. ഇവിടെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. പക്ഷെങ്കിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ, ദൈവം വിധിക്കുവാനായിട്ട് ഇറങ്ങി വന്നപ്പോൾ, ഹാബേലിന്റെ രക്തത്തിന് നീതി കൊടുക്കാനായിട്ട് ദൈവം ഇറങ്ങി വന്നപ്പോൾ കായീനെ ദൈവം വിളിച്ചു. നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ, തുടർന്നുള്ള സംഭവം നമ്മൾ വായിക്കണം. അവിടെ കായീൻ ദൈവത്തോട് എന്ത് ചോദിച്ചു? കരുണ ചോദിച്ചു. നോക്കണേ, ഒരു നീതിയുടെ രക്തം നീതിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അനീതിയുടെ മനുഷ്യൻ എന്ത് യാചിച്ചു? കരുണ യാചിച്ചു. ദൈവം കരുണാസമ്പന്നനായതുകൊണ്ട് ദൈവം കായീനോട് എന്ത് ചെയ്തു? കരുണ കാണിച്ചു. അവന്റെ നെറ്റിയിൽ ഒരു അടയാളം കൊടുത്തിട്ട് അവനെ സംരക്ഷിച്ചു. അപ്പോൾ നീതിമാനായ ഹാബേലിന്റെ രക്തത്തിന് നീതി കിട്ടിയോ? ഇല്ല. ഹാബേലിന്റെ രക്തത്തിന് നീതി കിട്ടണമെങ്കിൽ ബലിയാണ് വേണ്ടുന്നത്, അല്ലേ? എങ്ങനത്തെ ബലി വേണം? നീതിയുടെ ഒരു ബലി ഉണ്ടാകണം. നീതിയുടെ ബലി ഉണ്ടായെങ്കിൽ മാത്രമേ ഹാബേലിന്റെ രക്തത്തിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ആബേലിന്റെ മരണം മുതൽ ക്രിസ്തു വരെ യാഗങ്ങൾ കഴിച്ചു, മൃഗങ്ങളെ ബലി കഴിച്ചു. എന്നിട്ടും ഹാബേലിന്റെ രക്തത്തിന് പരിഹാരമായോ? ഇല്ല. കാരണം നീതിമാൻ മരിക്കണം. ദൈവം നോക്കിയപ്പോൾ ഇനിയും ഒരുവൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഹാബേലിന്റെ രക്തത്തിനോട് നീതി കാണിക്കണം. ഇനിയും എന്റെ മകനേ ഉള്ളൂ നീതിമാൻ, പാപമില്ലാത്തവൻ, കുറവില്ലാത്തവൻ, അവൻ മാത്രമേ ഉള്ളൂ. അവനെ എന്ത് ചെയ്തെന്നറിയാമോ? പിതാവാം ദൈവം ലോകത്തിലേക്ക് അയച്ചു, യാഗമാക്കി തീർത്തു. ഇതാണ് കുറവിനെ പരിഹരിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ മരണം ഹാബേലിന്റെ നീതിയുടെ വിളിക്ക് പരിഹാരമായിട്ട് മാറി. ക്രിസ്തു അങ്ങനെ ഹാബേലിന് പരിഹാരം വരുത്തി. ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരമായി, നീതിക്ക് പരിഹാരമായി. അവന്റെ ബലി സർവത്തെയും പരിഹരിക്കുന്ന ബലിയായി. കനായിലെ കല്യാണം കുറവിനെ പരിഹരിക്കുന്നത് ഗോകുൽഥായിലേക്കുള്ള സൂചന. ഇത് ഗോകുൽഥായിലേക്കുള്ള സൂചനയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പിതാക്കന്മാർ ഈ കൊത്തീന ഞായറാഴ്ചയുടെ പ്രവ്യോൻ സദറയിൽ, ഈ ആഴ്ചയുടെ പ്രവ്യോൻ സദറകളൊക്കെ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും, ഈ
സംഭവങ്ങളെയൊക്കെ വിവരിച്ചിട്ട് അവർ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം, നിന്റെ പെസഹായിലേക്ക് ഞങ്ങളെ, അതാണ് സൂചന. കാനായിലെ കല്യാണം കർത്താവിന്റെ ഗോകുൽഥായിലെ മരണത്തിന്റെ സൂചനയാണ്. അവിടെയാണ് എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടുന്നത്. അവിടെ ക്രിസ്തു ഒരിക്കലായിട്ട് മരിച്ച് എന്നേക്കുമായിട്ടുള്ള വിടുതൽ തന്നു. നമ്മുടെ നോമ്പിൽ വീഞ്ഞ് കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ക്രിസ്തു മാത്രമാണ് എന്നത് മറന്നു പോകും. വഞ്ചന കലരാത്ത നോമ്പനുഷ്ഠാനം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനിക്ക് യുക്തമായ നോമ്പ് പ്രാർത്ഥന താളുകളിൽ മാത്രം മാറിപ്പോയിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതങ്ങളോട് ഒന്ന് നോക്കേണ്ടുന്നത്. എന്താണ് ക്രിസ്ത്യാനിക്ക് ഉചിതമായ നോമ്പ്? വീഞ്ഞു കുറഞ്ഞു പോയോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഈ ദിവസം ക്രിസ്ത്യാനിക്ക് യുക്തമായ ഉചിതമായ നോമ്പിനെ കുറിച്ച് പിതാക്കന്മാർ പ്രാർത്ഥനയിൽ പറയുന്നത് ചില കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. 1, നമ്മുടെ നോമ്പ് ക്രിസ്ത്യാനിക്ക് യുക്തമായ നോമ്പാകണമെങ്കിൽ അത് മനുഷ്യ സ്നേഹത്തോടു കൂടിയതായിരിക്കണം. മനുഷ്യ സ്നേഹത്തോട് കൂടിയതല്ല എങ്കിൽ നോമ്പ് ക്രിസ്ത്യാനിക്ക് യുക്തമായ നോമ്പല്ല. 2, സൽപ്രവൃത്തികളോട് കൂടിയതായിരിക്കണം നോമ്പ്. 3, ദയാസമൃദ്ധിയോട് കൂടിയതായിരിക്കണം നോമ്പ്. 4, ആത്മീക ഒരുക്കത്തോട് കൂടിയതായിരിക്കണം നോമ്പ്. 5, ധാരാളം ധർമ്മത്തോട് കൂടിയതായിരിക്കണം നോമ്പ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോടൊന്ന് ചോദിച്ചു നോക്ക്, നമ്മൾ ക്രിസ്ത്യാനിക്ക് യുക്തമായ നോമ്പാണോ എടുത്തിരിക്കുന്നത്? നമ്മുടെ നോമ്പിൽ മനുഷ്യ സ്നേഹമുണ്ടോ? നമ്മുടെ നോമ്പിൽ സൽപ്രവർത്തികളുണ്ടോ? നമ്മുടെ നോമ്പിൽ ദയാസമൃദ്ധിയുണ്ടോ? നമ്മുടെ നോമ്പിൽ ആത്മീകമായ ഒരുക്കമുണ്ടോ? നമ്മുടെ നോമ്പിൽ ധാരാളമായ ധർമ്മമുണ്ടോ? ജീവന്റെ വഴി വിട്ട് മായാ കാഴ്ചകളുടെ പിന്നാലെ ഓടിപ്പോകുന്ന ജീവിതങ്ങളിൽ വീഞ്ഞ് കുറഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയുവാനായിട്ട് കഴിയും. 3 നോമ്പ് മുതൽ വലിയ നോമ്പ് തുടങ്ങുന്ന ദിവസങ്ങൾ 18 ഇട എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പ്രാവശ്യം ദൈവകരുണയാല് എനിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിട്ടതുകൊണ്ട് എനിക്ക് വിശ്രമത്തിന്റെ ദിവസങ്ങളായിരുന്നു ഈ ദിവസങ്ങളെല്ലാം. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ നോമ്പിന്റെ പ്രമേയാൻസതകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും എല്ലാം ഒന്നുകൂടി കടന്നു പോകാനായിട്ടിടയാണ്. അപ്പോഴാണ് എൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ചില സൂചനകൾ എനിക്ക് കിട്ടിയത്. അതിൽ നിന്നാണ് ഞാൻ ഈ വാക്യം തന്നെ ഈ ചിന്തയ്ക്ക് വേണ്ടി എടുത്തത്, വീഞ്ഞ് കുറഞ്ഞു പോയ അനുഭവങ്ങൾ എന്ന്. നമ്മുടെ പ്രാർത്ഥനകളിൽ വീഞ്ഞു കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരെയും ചോദ്യം ചെയ്യുവാനോ പറയുന്നതല്ല. ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ ജീവിച്ചിരുന്നവരുമായിട്ടോ ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ ഇനി ജീവിക്കുവാനുള്ളവരുമായിട്ടോ ഒന്നും ബന്ധമുള്ളതല്ല. ഞാൻ പുസ്തകങ്ങളിൽ കണ്ടത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നതേ ഉള്ളൂ. വീഞ്ഞു കുറഞ്ഞു പോകുന്ന സൂചനകൾ: 1, ഭക്ഷണത്തിൽ നിന്ന് ഉപവസിക്കുമ്പോൾ വൈരാഗ്യവും പൈശൂന്യവും നിറയുമ്പോൾ വീഞ്ഞ് കുറഞ്ഞു പോകും. ഭക്ഷണത്തിൽ നിന്ന് ഉപവസിക്കുമ്പോൾ വൈരാഗ്യവും പൈശൂന്യവും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ അനുഭവത്തിന്റെ പേരെന്താണ്? വീഞ്ഞ് കുറഞ്ഞു പോയി എന്നാണ്. നോമ്പ് തേനിനോട് സാദൃശ്യമാകുമ്പോൾ നോമ്പ് നോക്കുന്ന നമ്മുടെ നാവ് കയ്പിൽ കലർന്നിരുന്നാൽ വീഞ്ഞ്
കുറഞ്ഞുപോയി, തീർന്നുപോയി. മാലാഖമാർക്കും ഈറയന്മാർക്കും നോമ്പിലൂടെ നാം സ്നേഹിതന്മാരായി തീരുന്നതിനു പകരം സഹോദരന്മാരെയും അയൽക്കാരെയും വേഷിക്കുമ്പോൾ, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു, വീഞ്ഞ് കുറഞ്ഞുപോയി. ഭക്ഷണമോഹത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമ്പോഴും ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ പോകുമ്പോൾ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുമ്പോൾ വീഞ്ഞ് കുറഞ്ഞു പോകുന്നു. സ്വനീതിയെ കുറിച്ച് വമ്പ് പറയുമ്പോൾ വീഞ്ഞ് കുറഞ്ഞു പോകുന്നു. ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോഴും തിന്മയെ വെടിഞ്ഞ് ഉപവസിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ വീഞ്ഞ് കുറഞ്ഞു പോകുന്നു. അവസരമുള്ളപ്പോൾ നമ്മളെ തന്നെ ഉണർത്തി കണ്ണുനീരാലും അനുതാപത്താലും അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും മാനസാന്തരപ്പെടുവാനുള്ള ആഗ്രഹം ഇല്ലാതെ പോകുമ്പോൾ വീഞ്ഞ് കുറഞ്ഞു പോകുന്നു. പ്രാർത്ഥനയിൽ നമുക്കിതെല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ മാനസാന്തരപ്പെടാൻ തയ്യാറാകാതെ പോകുമ്പോൾ വീഞ്ഞ് കുറഞ്ഞു പോകുന്നു. നാവിനെ നിയന്ത്രിക്കാതെ വ്യാജസ്തുതിയാകുന്ന വ്യർത്ഥ സംഭാഷണം നടത്തുമ്പോൾ വീഞ്ഞ് കുറഞ്ഞു പോകുന്നു. അധികം ഞാൻ ഇനി പറയുന്നില്ല. അധികാരം അഹങ്കാരമായി മാറുമ്പോൾ വീഞ്ഞ് കുറഞ്ഞു പോകുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ വീഞ്ഞു കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഈ നോമ്പിൽ പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മൾ നമ്മിലേക്ക് ഒന്ന് നോക്കണം. എൻ്റെ ജീവിതത്തിൽ വീഞ്ഞു കുറഞ്ഞു പോയ അവസ്ഥകൾ ഉണ്ടോ? എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ സഭാ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ ഒക്കെ വീഞ്ഞു കുറഞ്ഞു പോയിട്ടില്ലേ എന്നത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. പരിഹരിക്കുവാൻ ക്രിസ്തു ഉണ്ട്. അവന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം പരിഹരിക്കുവാൻ അവൻ നമുക്ക് ഉണ്ട്. നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് വന്ന് ഈ വചന ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ നാം കാണുന്നത് ക്രിസ്തു എങ്ങനെയാണ് വീഞ്ഞിനെ പരിഹരിച്ചത്, ഈ കുറവിനെ എങ്ങനെയാ പരിഹരിച്ചത്? എങ്ങനെയാ പരിഹരിച്ചത്? ഇവിടെ പ്രസംഗിക്കുന്നവരൊക്കെ ഇല്ലയോ? ഒന്ന് പറഞ്ഞാട്ട് എങ്ങനെയാ അവൻ പരിഹരിച്ചത്? എങ്ങനെയാണ് അവൻ പരിഹരിച്ചത് എന്ന് ചോദിച്ചാൽ, അവന്റെ നോട്ടം വെള്ളത്തിന് ചൈതന്യം കൊടുത്തു എന്നാണ് പറയുന്നത്. ക്രിസ്തു വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ വെള്ളം എന്തുണ്ടായി? ചൈതന്യമുള്ളതായി മാറി. കൊത്തിനെ ഞായറാഴ്ചയുടെ സന്ധ്യയുടെ സദറയിൽ പറയുന്നുണ്ട്, വെള്ളത്തിൽ നിന്ന് നോക്കിയതിനാൽ അത് ചൈതന്യം പ്രാപിച്ചു. അപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ആര് നോക്കണം? ക്രിസ്തു നോക്കണം. ക്രിസ്തു നോക്കുമ്പോഴാ ചൈതന്യമുള്ളതായിട്ട് ജീവിതം മാറുന്നത്. ക്രിസ്തുവിന്റെ നോട്ടം ചൈതന്യം പ്രാപിച്ച അനുഭവങ്ങൾ ഈ നോമ്പിലെ 6 ആഴ്ചകൾ നിങ്ങൾ നോക്ക്. ചൈതന്യം പ്രാപിച്ച, ക്രിസ്തുവിന്റെ നോട്ടം കൊണ്ട് ചൈതന്യം പ്രാപിച്ച അനേകം സംഭവങ്ങൾ നമുക്ക് കാണാം. ശരീരത്തിന് വികൃതമായി തീർന്ന കുഷ്ഠരോഗിയെ അവൻ നോക്കിയപ്പോൾ എന്താ മാറി? സുന്ദരനായിട്ട് മാറി. കൂനിയായ സ്ത്രീ അവൻ നോക്കിയപ്പോൾ നിവർന്നു നിന്നു. ഇങ്ങനെ നോക്ക. കാഴ്ചയില്ലാത്തവൻ അവൻ നോക്കിയപ്പോൾ എന്താ ഉണ്ടായി? ഒത്തിരി സംഭവങ്ങളുണ്ട്. അവന്റെ നോട്ടം ഒരുവന് ചൈതന്യം കൊടുത്ത ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അത് ആരുടെയാണെന്നറിയാമോ? സഖായിയുടെ ജീവിതം.
സഖായിയുടെ ജീവിതത്തെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, നീളം കുറഞ്ഞവനായ, പൊക്കം കുറഞ്ഞവനായ, കുറവുകൾക്ക് നോക്കുമ്പോൾ പരിഹരിക്കുന്നത് പൊക്കം കുറഞ്ഞവനാണ് അവൻ. അവന് ഒത്തിരി കുറവുകളുള്ളവനാണ്. നോക്കിയാൽ കുറവുകൾ മാത്രമേ അവനുള്ളൂ. അവൻ പൊക്കം കുറഞ്ഞവനാണ്. മറ്റൊന്നെന്തെന്നറിയാമോ? അവൻ ഒത്തിരി പേരുടെ കയ്യിൽ നിന്ന് അപഹരിച്ച് വാങ്ങിച്ചവനാണ്. അവൻ അനേകർക്ക് മിത്രമല്ല, ശത്രുവാണ്. പക്ഷെങ്കിൽ അവൻ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി അത്തിമേൽ കയറിയിരുന്നപ്പോൾ ക്രിസ്തു അവിടെ വന്നിട്ട് ആത്തിയുടെ ചോട്ടിൽ വന്ന് നിന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്? അവൻ മുകളിലോട്ട് നോക്കി. സക്കായിയെ അവൻ നോക്കിയപ്പോൾ സക്കായിയോട് അവൻ പറഞ്ഞു, സക്കായി, നീ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ പാർക്കണമെന്ന് പറഞ്ഞപ്പോൾ സക്കായി പറഞ്ഞത് എന്തെന്നറിയാമോ? എന്റെ കർത്താവേ, ഞാൻ അന്യായമായി ചെയ്തതെല്ലാം ഞാൻ 4 മടങ്ങ് തിരിച്ചു കൊടുത്തേക്കാം. ഞാൻ ആരുടെയെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുത്തേക്കാം. ക്രിസ്തുവിന്റെ നോട്ടം കുറവുള്ളവനായ സക്കായിയെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ക്രിസ്തുവിന്റെ നോട്ടം മണമില്ലാത്ത, രുചിയില്ലാത്ത, നിറമില്ലാത്ത പച്ചവെള്ളത്തെ നിറമുള്ള, മണമുള്ള, രുചിയുള്ള വീഞ്ഞാക്കി മാറ്റി. ഇന്ന് നോമ്പിന്റെ ഈ സന്ധിയിൽ ക്രിസ്തുവിന് നോക്കത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, കുറവുകളുള്ള നിങ്ങളുടെ ജീവിതങ്ങൾക്ക് അവൻ പരിഹാരം തരും എന്നുള്ളത് മറന്നു പോകരുത്. അവൻ വെള്ളത്തെ നോക്കിയപ്പോൾ വെള്ളം ചൈതന്യമുള്ളതായി മാറി. അവൻ 6 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ 6 കൽഭരണികളും ചൈതന്യമുള്ളതായി മാറി. അതെങ്ങനെയാണെന്നറിയാമോ? 6 കൽഭരണികൾ ചൈതന്യമുള്ളതായി മാറി. എങ്ങനെയെന്ന് ചോദിച്ചാൽ, അതുവരെ വീടിനു വെളിയിൽ കാല് കഴുകാനും മുഖം കഴുകാനും മാത്രം ഉപയോഗിച്ചിരുന്ന ഈ ഭരണികൾ ഇന്ന് മേൽത്തര വീഞ്ഞായിട്ട് മാറിയ ഭരണികളായിട്ട് മാറി. ഇതാ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ നോക്കിയാൽ വരുന്ന മാറ്റം. ഒരുപക്ഷെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീ തള്ളപ്പെട്ടവനാകാം, ഉപേക്ഷിക്കപ്പെട്ടവനാകാം, കുറവുള്ളവനാകാം, യോഗ്യതയില്ലാത്തവനാകാം. നിന്റെ യോഗ്യത പുറത്തെ ശുചീകരണത്തിനാണെങ്കിൽ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നീ മാനപാത്രമായിട്ട് മാറും. ഇതാ ക്രിസ്തുവിന്റെ ഇടപെടിയിൽ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതേ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. വെള്ളം അത് ചൈതന്യമുള്ളതായിട്ട് മാറുകയാണ്. വെള്ളം ചൈതന്യമുള്ളതായി മാറി. ഇത് എന്തിന്റെ സൂചനയാണെന്നറിയാം? വീഞ്ഞ് രക്തമായി മാറുമെന്നതിന്റെ സൂചനയാണ്. വെള്ളത്തിന് സൃഷ്ടാവിന്റെ നോട്ടം കൊണ്ട് വീഞ്ഞായി മാറാമെങ്കിൽ, സൃഷ്ടാവിന്റെ വാക്കുകൊണ്ട് ഈ വീഞ്ഞിന് രക്തമായിട്ട് മാറാൻ പറ്റും. വിശുദ്ധ കുർബാനയിൽ നമ്മളത് ആവർത്തിച്ചു ചൊല്ലുന്നതാണല്ലോ. അവൻ അപ്പമെടുത്തിട്ട് ഇത് എന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞാൽ, വീഞ്ഞെടുത്തിട്ട് ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞാൽ അതെന്തുവാ ആകും. പിന്നെയും സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ പറഞ്ഞാലും എന്തൊക്കെ പഠിപ്പിച്ചാലും യാതൊരു കാര്യവുമില്ല. ദൈവത്തിലാണോ നമ്മുടെ വിശ്വാസം? ക്രിസ്തുവിലാണോ നമ്മുടെ വിശ്വാസം? അതോ മനുഷ്യരിലാണോ നമ്മുടെ വിശ്വാസം? ഇപ്പൊ നമ്മൾ തീരുമാനിക്കണം. എന്റെ ഉടയ തമ്പുരാൻ ദൈവപുത്രൻ അപ്പത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ, വീഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞാൽ അത് രക്തമാണ്.
എന്നിട്ട് നമുക്ക് ഇന്ന് സംശയമാണ് ഇത് രക്തമാകുമോ ഇല്ലയോ എന്ന്. അപ്പോൾ കാനായിലെ കല്യാണം എന്തിന്റെ സൂചനയാ? മർക്കോസിന്റെ മാളികയിലേക്കുള്ള സൂചനയാണ്. മറ്റൊരു സൂചനയുണ്ട്, അത് പെന്തിക്കോസ്തിയിലേക്കുള്ള സൂചനയാണ്. അവിടെയാണ് ഈ 6 കൽഭരണികളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. ഈ 6 കൽഭരണികൾ, അതിന് ഒരു വ്യാഖ്യാനം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ, ദൈവം മോശയ്ക്ക് കൊടുത്ത നിയമം എങ്ങനെയാണ് എഴുതി കൊടുത്തത്? കല്ലിൽ എഴുതി കൊടുത്തെന്ന, കൽപ്പലകകളിൽ എഴുതി കൊടുത്തെന്ന. കൽപ്പലകകളിൽ എഴുതി കൊടുത്ത നിയമം, അതിനെയാണല്ലോ നിയമങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ക്രിസ്തു, ഞാൻ ഈ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വിശദീകരിച്ചു തരാം. ക്രിസ്തു മർക്കോസിന്റെ മാളികയിൽ വീഞ്ഞ് എടുത്ത് കൊടുത്തിട്ട് അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇത് പുതിയ നിയമത്തിന്റെ രക്തം. പുതിയ നിയമം, പുതിയ നിയമം. നമ്മൾ വിശ്വസിക്കുന്നത് ഈ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ മത്തായി മുതൽ വെളിപ്പാട് വരെ ഉള്ളതാണ്. സത്യത്തിൽ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പുതിയ നിയമം മത്തായി മുതൽ വെളിപ്പാട് വരെ അല്ല. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയാണ്. എങ്ങനെയാ വിശുദ്ധ കുർബാന പുതിയ നിയമമായത്? ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടോ? മണവാളനും മണവാട്ടിയും തമ്മിൽ വിവാഹത്തിന്റെ ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ അവർ വീഞ്ഞ് പകരും. അത് വിവാഹ ഉടമ്പടിയുടെ നിശ്ചയമാണ്. അവിടെയാണ് ക്രിസ്തു വീഞ്ഞ് എടുത്തിട്ട് പറഞ്ഞത്, ഇത് എൻ്റെ രക്തം, ഇത് പുതിയ നിയമത്തിന്റെ രക്തം. ലൂക്കോസ് എവൻജലിസ്റ്റൻ അതാണ് പറയുന്നത്, പുതിയ നിയമത്തിന്റെ രക്തം. കൽപ്പലകകളിൽ എഴുതിയതാണ് പഴയ നിയമമെങ്കിൽ പുതിയ നിയമം എൻ്റെ രക്തമാണ്. അതാണ് ക്രിസ്തു വിജാതിയാപുത്രിയെ തനിക്കായിട്ട് വിവാഹം നിശ്ചയം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്താണെന്നറിയാമോ? അവളുടെ കയ്യിൽ ശരീരരക്തങ്ങളാകുന്ന മോതിരങ്ങളെ, ഇങ്ങനെയല്ലോ പ്രാർത്ഥിക്കുന്നത്. കല്യാണത്തിന് പോയിട്ടില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം നടന്നതുകൊണ്ട് അതെല്ലാം മറന്നുപോയി കാണും. വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ ശരീരരക്തങ്ങളുടെ സൂചനയാണ് ഈ മോതിരം. ശരീരരക്തങ്ങൾ എന്ന് പറയുന്നത് കുർബാനയാണ്. കുർബാന പുതിയ ഉടമ്പടിയാണ്. അത് കൽപ്പലകകളിൽ എഴുതിയ പഴയ ഉടമ്പടി പോലെയല്ല. പഴയ ഉടമ്പടികൾക്ക് കുറവുണ്ടായിരുന്നുവെങ്കിൽ അവൻ തന്റെ കുറവിനെ നോക്കി അതിനെ ചൈതന്യമുള്ളതാക്കി മാറ്റി. എങ്ങനെയാ ചൈതന്യമുള്ളതാക്കി മാറ്റിയെന്നറിയാമോ? വീഞ്ഞിന്റെ ചൈതന്യം മർക്കോസിന്റെ മാളികയിൽ തന്റെ രക്തത്തിന്റെ ചൈതന്യമായിട്ട് മാറി. അല്പം കൂടി മുമ്പോട്ട് പോയാൽ ഗോകുൽത്തായിലേക്കൊന്ന് നോക്കണം. ഗോകുൽത്തായിൽ അവൻ മരിക്കുകയാണ്. പിടഞ്ഞു മരിക്കുമ്പോൾ അവന്റെ വിലാപ്പുറത്ത് ഒരുവൻ എന്ത് ചെയ്തു? കുന്തം കൊണ്ട് കുത്തി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് എന്ത് വന്നു? രക്തവും വെള്ളവും ഇറങ്ങി വന്നു. യോഹന്നാൻ തന്നെയാണ് ഈ സംഭവം പറയുന്നത്. നോക്കണം എങ്ങനെയാണ് ഇതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന്. കാനായിൽ, ഗലീലയിലെ കാനായിൽ വെള്ളം വീഞ്ഞായിട്ട് മാറുന്നു. അത് മർക്കോസിന്റെ മാളികയിൽ ആ വീഞ്ഞ് രക്തമായിട്ട് മാറുന്നു. ഗോകുൽത്താ അതിന്റെ പൂർത്തീകരണമാണെന്ന് യോഹന്നാൻ പറയുകയാണ്. ഇതാ കാനായിലെ വെള്ളവും മർക്കോസിന്റെ മാളികയിലെ രക്തവും ഒന്നിച്ചിതാ വരുന്നു. അതെന്തിന്റെ സൂചനയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സൂചന, പരിശുദ്ധ സഭയുടെ സൂചനയാണ്.
എപ്രകാരം ആദത്തിൽ നിന്ന് ഹൗവ പുറപ്പെട്ടുവോ അപ്രകാരം രണ്ടാം ആദമാകുന്ന ക്രിസ്തുവിൽ നിന്ന് സഭ പുറപ്പെട്ടു. അതിന്റെ സൂചനയാ ഈ കാനായിലെ കല്യാണം നമുക്ക് തരുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, അത് പെന്തിക്കോസ്തിയിലേക്കുള്ള സൂചനയാണ് എന്ന്. രക്തം വിശുദ്ധ കുർബാനയാണെങ്കിൽ ആ വെള്ളം ആത്മാവിന്റെ സൂചനയാണ്. അതുകൊണ്ടാണ് നിക്കോദിമോസിനോട് യേശു പറഞ്ഞത് വെള്ളത്താലും ആത്മാവിനാലും ഒക്കെ ജനിക്കണമെന്ന് പറയുന്നത്. മാമോദീസായുടെ സൂചനയാണ് അതൊക്കെ. വെള്ളം പല സൂചനകൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ കാണുവാനായിട്ട് കഴിയും. വെള്ളവും യോഹന്നാന്റെ സുവിശേഷത്തിൽ വെള്ളത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ക്രിസ്തു പറഞ്ഞത്, ദാഹിക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വന്ന് കുടിപ്പീൻ, ജീവന്റെ ജലം എന്നിൽ നിന്നാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ സൂചനയാണ് എന്ന് പറയാനായിട്ടുള്ള കാരണമുണ്ട്. ഇവിടെ 6 കൽഭരണികൾ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ 5 ശിഷ്യന്മാരെയാണ് ക്രിസ്തു വിളിച്ച് തന്നോടൊപ്പം ആക്കുന്നത്. ആരൊക്കെയാണ്? യോഹന്നാൻ തന്നെ ഉണ്ട് ഒന്ന്, മറ്റൊന്ന് അന്ത്രയോസ്, മറ്റൊന്ന് പത്രോസ്, പിന്നെ യാക്കോബ്, പിന്നെ നഥാനിയേൽ. 5 പേരെയാണ്. 5 ശിഷ്യന്മാർ. ക്രിസ്തുവിന്റെ ക്ഷണപ്രകാരം ക്രിസ്തുവിനോടൊപ്പം ക്ഷണിക്കപ്പെട്ട ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നപ്പോൾ എത്ര ശിഷ്യന്മാർ അവിടെ ഉണ്ടാകും? 5 പേരേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ചാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞെന്നും പറഞ്ഞ് ക്രിസ്തു 5 പേരെ വിളിച്ചോളെന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ യോഹന്നാന്റെ സുവിശേഷമാണ് വ്യാഖ്യാനിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് 5 പേരെ മാത്രമേ അവൻ ശിഷ്യഗണത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ കൂടെ ഉള്ളത് ആരാ? അമ്മ മറിയം. ശിഷ്യന്മാർ സഭയുടെ പ്രതീകമാണ്. ഈ ശിഷ്യന്മാരിലാണ്, അവരുടെ മധ്യയാണ് അവൻ വീഞ്ഞിനെ തന്റെ രക്തമാക്കി മാറ്റിയത്. ഈ ശിഷ്യന്മാരുടെ കൂട്ടം അമ്മയോട് ചേർന്ന്, അങ്ങനെയാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്, ശിഷ്യന്മാർ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 150ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ്. വെള്ളം വീഞ്ഞായി മാറി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു സൂചനയുള്ളത്, പഴയ നിയമത്തിൽ വെള്ളം ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതായിരുന്നുവെങ്കിൽ ഇതാ പുതിയ നിയമത്തിലെ വീഞ്ഞ് തൻ്റെ ശരീരരക്തങ്ങളുടെ പുതിയ ഉടമ്പടിയായി മാറി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ സഭയിൽ പുതിയ കൂദാശയായി ഏതു മാറി? വിശുദ്ധ കുർബാന മാറി. ഇത് നിങ്ങൾ അല്പമൊന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു എന്നാണ് നമ്മുടെ ഈ ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ സുറിയാനിയിൽ നിന്ന് അതിനെ തർജ്ജിമ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പൊരുന്നി ആവസിച്ചു എന്നാണ് പറയുന്നത്. ഈ പൊരുന്നി ആവസിച്ചു എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയില് പരിശുദ്ധ റൂഹ ആഹ്വാനത്തിന്റെ സമയത്ത് പൊരുന്നി ആവസിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് വെള്ളത്തിൽ പൊരുന്നി ആവസിക്കുമ്പോൾ ആ വെള്ളം വീണ്ടും ജനനത്തിന്റെ സ്നാനത്തിന്റെ ജലമായിട്ട് മാറുകയാണ്. മാമോദീസായിൽ ഇത് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പൊരുന്നി ആവസിക്കുമ്പോൾ അത് എന്തായി മാറുന്നു? വീണ്ടും ജനനത്തിന്റെ സ്നാനമായിട്ട് മാറുന്നു. പരിശുദ്ധാത്മാവ് അപ്പത്തിന്മേലും പരിശുദ്ധാത്മാവ് വീഞ്ഞിലും ആവസിക്കുമ്പോൾ അത് എന്തായി മാറുന്നു? ശരീരരക്തങ്ങളായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ആവസിക്കുമ്പോൾ, എന്നിലേക്ക് പൊരുന്നി ആവസിക്കുമ്പോൾ എൻ്റെ ജീവിതവും ചൈതന്യമുള്ളതായിട്ട് മാറും. ഒരുപക്ഷെങ്കിൽ നിറമില്ല എന്ന്, മണമില്ല എന്ന്, രുചിയില്ല എന്ന് ജീവിതങ്ങളെ നമ്മൾ വിലയിരുത്തി മുദ്രകുത്തി വേർതിരിക്കുമ്പോൾ ഓർക്കണം, ക്രിസ്തുവിന്റെ നോട്ടം, പരിശുദ്ധാത്മാവിന്റെ പൊരുന്നി ആവസിക്കൽ അതിനെ നിറമുള്ളതും മണമുള്ളതും ഗുണമുള്ളതും
രുചിയുള്ളതുമാക്കി മാറ്റുമെന്നതിന് സംശയമില്ല. അതുകൊണ്ട് ഇത് വരാനിരിക്കുന്ന പെന്തിക്കോസ്തിയുടെ സൂചന കൂടിയാണ്. എന്താണ് പെന്തിക്കോസ്തിയിൽ? സാധാരണക്കാരായിരുന്നവർ അവരെല്ലാവരും കുറവുള്ളവരായിരുന്നു. അതിൽ തന്നെ തള്ളിപ്പറഞ്ഞതായ ശീമോൻ പത്രോസ് ഉണ്ട്. അതിൽ ഓടിപ്പോയതായ ശിഷ്യന്മാരുണ്ട്. അതിൽ കൂടെ നിന്ന യോഹന്നാനും അമ്മ മറിയവുമുണ്ട്. കുറവുകളില്ലാത്തവരൊന്നുമല്ല സമൂഹം, അവർ കുറവുകളുള്ള സമൂഹമാണ്. പക്ഷെങ്കിൽ കുറവുള്ളവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് പൊരുന്നി ആവശ്യിച്ചപ്പോൾ അവരിലൂടെ നടന്നത് എന്താണെന്നറിയാമോ? ലോകത്തിനു പോലും അത്ഭുതമായിരുന്നു. അവർ വെറും ചുങ്കക്കാരെന്ന്, വെറും മുക്കുവരെന്ന്, അറിവില്ലാത്തവരെന്ന് മുദ്രകുത്തിയ സമൂഹത്തിന്റെ മുമ്പിൽ ലോകത്തെ തകിടം മറിച്ചവരായി ഈ 12 സ്ത്രീകന്മാർക്ക് മാറാൻ കഴിഞ്ഞത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൊരുന്നി ആവസിച്ചപ്പോഴാ, ക്രിസ്തു അവരുടെ മേൽ നോക്കിയപ്പോഴാ. ഈ നോമ്പിന്റെ അവസാനത്തിൽ നമുക്ക് ഈ ഒരു അനുഭവമാണ് വരേണ്ടുന്നത്. നോമ്പ് നമ്മളോട് വിളിച്ചു പറയുന്നത് അതാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതം 7ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ രൂപാന്തരപ്പെടണം. 6 ആഴ്ചകൾ കുറവുള്ള ആഴ്ചകളാണെങ്കിൽ 7 പൂർണ്ണതയാണ്. അത് കർത്താവിന്റെ പെസഹായുടെ ആഴ്ചയാണ്. അത് കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ആഴ്ചയാണ്. അത് കർത്താവിന്റെ ഉയർപ്പിന്റെ ആഴ്ചയാണ്. അവിടെ എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടും, ചൈതന്യം പ്രാപിക്കും എന്നുള്ളതിന് നിസ്സംശയം. അതുകൊണ്ട് നമ്മുടെ നോമ്പ് എവിടേക്ക് എത്തുന്നതായിരിക്കണം? ഗോകുൽത്തായോളം എത്തണം. ഗോകുൽത്തായോളം എത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ കാനാ വെറും അടയാളം മാത്രമായി അവശേഷിക്കും. ഞാൻ എൻ്റെ വചന ശുശ്രൂഷയുടെ അവസാനിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, അവർക്ക് വീഞ്ഞ് കുറവായി പോയി. ക്രിസ്തു ആ കുറവിനെ പരിഹരിച്ചു. അവന്റെ നോട്ടം ആ കുറവിനെ പരിഹരിച്ചു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വീഞ്ഞ് കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെങ്കിലും ഉണ്ടാകും. ലോകം നമ്മളെ ഒന്നിനും കൊള്ളരുതാത്തവരെന്ന് മുദ്ര കുത്തിയിട്ടുണ്ടാകും, അടുപ്പിക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ടാകും, തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. പക്ഷെങ്കിൽ ക്രിസ്തുവിന് നോക്കാൻ നിന്നെ വിട്ടുകൊടുത്താൽ, ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ നിന്റെ ജീവിതത്തിന് സമൂലമായ മാറ്റമുണ്ടാകും. നോമ്പ് ഈ മാറ്റത്തിന് വേണ്ടിയാണ് നമ്മെ വിളിക്കുന്നത്. നമ്മുടെ കുറവുകൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി ദൈവമുമ്പാകെ നമുക്ക് വിട്ടുകൊടുക്കുക. ചിലപ്പോൾ കുഷ്ഠത്തിന്റെ വ്രണങ്ങൾ പോലെ പാപത്തിന്റെ വ്രണങ്ങളായിരിക്കാം, ചിലപ്പോൾ കൂനായിരിക്കാം, ചിലപ്പോൾ അന്ധതയായിരിക്കാം, ചിലപ്പോൾ അവിശ്വാസമാകാം. എന്തുമാകട്ടെ, ദൈവനാമം മഹത്വപ്പെടാൻ നീ നിന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവൻ നിന്റെ ജീവിതത്തെ നോക്കും. നിന്റെ ജീവിതം ചൈതന്യമുള്ളതായി. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ തലകൾ വണക്കി ഒരു നിമിഷം നമുക്ക് പറയാം, ഞാൻ ചൈതന്യം പ്രാപിക്കത്തക്കവണ്ണം നീ എന്നെ നോക്കണം. നിന്റെ പരിശുദ്ധ ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ക്രിസ്തുവിശ്വനാമത്തിലേവർക്കും സ്നേഹമെന്ന് നോയമ്പിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഇച്ചിരൂടൊന്ന് ക്രമീകരിച്ചിരിക്കുന്ന ഈ ധ്യാന യോഗ്യത്തിൻ്റെ ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട ഒരു വേദഭാഗമായിരുന്നു കാനാവിലെ കല്യാണ വേദഭാഗം എന്ന് നമുക്കൊക്കെ സുപരിചിതമാണ്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്
നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നിറവുകളായി